ഇവിടെ വന്ന് കിടക്ക. നാത്തൂനെ അന്വേഷിച്ചാൻ എവിടൊക്കെ നടന്നെന്നറിയോ? നാത്തൂനോ? അതാരാ? ഇത് നല്ല കൂത്ത്. ഇവിടെ എനിക്ക് നാത്തൂൻ വേറെ ആരാ ഉള്ളത്? നീ തന്നെ. അയ്യോ, ദേ എപ്പോഴും എങ്ങനെ കിടന്ന് ആടല്ലേ, തലച്ചിട്ടിലുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നീ ഈയിടെയായിട്ട് അങ്ങ് ക്ഷീണിച്ചിരിക്കുക. കല്യാണമൊക്കെ അടുത്ത് വരുമ്പോ ദേ ഇങ്ങനെ ചുള്ളി പോലെ ആവും. ഈ കമ്മൽ എത്ര പവൻ വരും? എനിക്കങ്ങ് ഇഷ്ടമായി. മുക്കാണോ അത് ഒറിജിനലാണോ? ഇത് മാത്രമല്ല, എല്ലാം മുക്ക. ഓ, അവിടെ ഒരു ഗമ. ഇതുകൊണ്ട് തന്നെ എവിടെ ആരും കെട്ടാനില്ലാതെ നാട് തേടി വന്നത്. ഒരു ബദാം ജ്യൂസ് കൊണ്ടുവാ. ഇടി ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താ വിവരം അറിയും. കളിക്കരുത്. നീ പോടാ തൃണമേ. എന്തു വിളിക്കേ? തൃണം തൃണം പുൽ പുൽ. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ, ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുവാടി. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ട്. പോയി ജ്യൂസ് കൊണ്ടുവാടി. ബൂസ്റ്റ് എടുത്തോണ്ട്. പോയി ജ്യൂസ് കൊണ്ടുവാടി. എന്തോന്നാ ഇത്? നേരെ വെളുത്തപ്പോ തൊട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ലേ ചെയ്യിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും. വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടവി തരുമോ? അവിടെ ഇരിക്കേ. ആ, അതെ, ഇവിടെ അവിടെ തന്നെ. ഓ, ഒന്ന് അമർക്ക് തടവടി കൊച്ചേ. ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. വക്കീൽ സാർ കൂപ്പിടുறாரு. കൂപ്പോ? വക്കീൽ സാർ கூப்பிடுறாரு. கூப்பிடு. വക്കീൽ സാർ ഗൗൺ ഇടാറില്ലേ? அடச்சி சூத்த சோம்பேறி பசங்களா. கூப்பிடுறதுன்னா தெரியல, சாப்பிடுறதுன்னா தெரியுதா? தெரியா தெரியா சாப்பாடுற மக்களா. வாயாகிட വായാകിട്ട്. ചേട്ടാ, വക്കീൽ ഒരു പണിയില്ല. ടേസ്റ്റ് വക്കീൽ. വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കോ. താനാ കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമടെ തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലിറങ്ങി പണിയെടുക്കാൻ പഠിക്കണോ. മുടിഞ്ഞ് ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞ എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ. അതല്ല ഇത്. വക്കീൽ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? തട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇറങ്ങി വേണം. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുക? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ. വിളി കേട്ടാ. അതാ വക്കീല് വരുന്നത്. தண்ணியா போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில ചോദിക്കാം. പോടാ നീർക്കോലി. பரவாக்கி. നല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ, പോയി പകരം ചോദിക്കും. എടോ വീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്കു ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു റാസ്കൽ. ഞങ്ങൾ ഇതേവരെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇവരെ പിടിച്ച് ഗേറ്റിന് പുറത്താ. വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകനാളി എന്റെ വീടാ. എന്താ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന്. അവിടെ താമസിക്കാതിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ടുന്നു.
മാമേ എന്റെ അയ്യോ എന്റെ നട്ടു കുടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ നാറി വക്കീലാണ് കാരണം. അയ്യോ എന്റെ കർത്താവേ പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂചിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി. അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി. ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയുന്നത്? മൈലാഞ്ചി പുരട്ട അറിയോ? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോളം നിന്റെ അമ്മൂമ്മയ്ക്ക്. ദേ എന്റെ അമ്മയ്ക്ക്. എടി മരക്കഴുതേ, ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? ആരാ? രാജവല്ലി. അവരങ്ങനൊക്കെ പറയും. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഈ ചന്ദനവും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ, മോഹമൊക്കെ നല്ല ചുമാന്ന് വരും. പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതല്ലേ? ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ? ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി നടക്കായിരുന്നു. ഇങ്ങോട്ട് എഴുതിട്ട് വന്നേ. എന്തിനാ? നാത്തൂനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മോക്കറിയാ അല്ലേ മോളെ? അയ്യടാ, ഒരു നാത്തൂൻ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ടെന്ന്. ഞാൻ ഇത്തരം മോളെ. ആ കൊച്ചിന്റെ ശരീരത്തിലുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട. കൊണ്ടുപോയി കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിയായല്ലോ. ചെല്ല് മൈലാഞ്ചി കൊണ്ട് നാത്തൂനെ സേവിക്കാൻ. നീ ചെല്ല്. പുറത്തേക്ക് വിളിക്കുന്നു. ആര്? രാജവല്ലി. കൂട്ടുകാരികൾ വന്നിരിക്കുന്നു. അവരെ പരിചയപ്പെടുത്താനാ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ചെന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ഒന്ന് പോയിട്ട് വന്നോളൂ. Come on, man. What nonsense. Hey, mister, come on, join with us. Wally, what is this? Hey, Chinnu, let him go to hell. Come on, dance. Join. How are you going to manage him, dear? Hey, Wally, never gamble with your life. He's an indecent fellow. Illiterate, not at all cute, and cultureless. Shut your bloody mouth. Yes, what you said is true. I am not cute enough to marry this stupid girl. Because I want a wife, not a bloody flirt. How dare you talk about our golden culture? Being a Malayali, I am proud of it. You too have a prestigious Dravidian culture. It's a disgrace on your part, trying to imitate this mad Western culture. Shame! നിന്റെയൊക്കെ പേക്കൂത്തോൾക്കൊപ്പം താളം ചവിട്ടാൻ എന്നെ കിട്ടില്ല. അതിന് സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞത് കാര്യമില്ല. தம்பி, நீங்க யார்கிட்ட பேசுறீங்கன்னு தெரியுமில்ல? പോടാ തിരുട്ടു പയലേ. കൈനിറയെ കാശും അഴിഞ്ഞാടാൻ ലൈസൻസ് ഉണ്ടെന്ന് നിന്നെയൊക്കെ വിട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി. എന്നോട് വേണ്ട. നിന്നോടുകൂടാ പറഞ്ഞത്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. வக்கீலே, என்ன இதெல்லாம்? ஏய்யா, தாலி கட்டுறதுக்கு முன்னாலேயே அவன் இவ்வளவு திமிரா பேசினானே, தாலி கட்டுறதுக்கு அப்புறமா அவன் எப்படி பேசுவான்? തള്ളേ, മോനോട് പറഞ്ഞേക്ക്, എന്റെ കൊച്ചുമോളെ അനുസരിപ്പിക്കല്ല വേണ്ടത്, ഇവിടത്തെ ചിട്ടകൾ അനുസരിച്ച് കഴിയാ വേണ്ടതെന്ന്. മനസ്സിലായോ? ഏയ്യാ വക്കീലെ, എന്നെ ഒന്നും പേശ മാട്ടേങ്കേ. തൽക്കാലം ക്ഷമിക്കുക, എല്ലാം ശീലമായിക്കോളും. മുത്തശ്ശി കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പ് വെച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് വക്കീലങ്ങളെ അറിയാമോ? എനിക്ക് ആകെ ഷെയിമായി പോയി.
അവരൊന്നും ഇനി വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഏയ്യാ, ബന്ധുക്കളെ വിളിക്കാൻ പോകുമ്പം ഇവിടത്തെ ചിട്ടകളൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്നാച്ച്? അവ എന്നെ ചൊല്ലിവിട്ടാ ഡാൻസ് കൊണ്ട ചൊന്നാ അതും അറിയില്ലെന്ന് വെച്ചാ? നാട്ടും പുറത്ത് വളർന്ന ചെക്കനല്ലേ, അവിടെ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ. വല്ല പുലിക്കളിയെ പറ്റുമായിരുന്നു പിന്നെ നോക്കായിരുന്നു. എന്നെ അല്ല, இந்த ബംഗ്ലാവിലെ രാജവല്ലിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ രാജവല്ലിയെ പോലെ സകലകല വല്ലഭനായിരിക്കണം.